കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന് നാളെ അറിയാം. ഡൽഹിയിൽ ചേരുന്ന CPM പോളിറ്റ് ബ്യൂറോ യോഗം പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നാണ് സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ താൽപര്യം. പ്രതിപക്ഷ നേതാവിനെ ഉടൻ തന്നെ അറിയാമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ മുങ്ങിപ്പോയെങ്കിലും പുതിയ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുന്നതിനായി CPIM-ലും കരുനീക്കങ്ങൾ സജീവമാണ്. കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ നേതൃതലത്തിൽ തലമുറ മാറ്റം വേണമെന്നാണ് CPIM-ലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ ദുർബലമായ പ്രതിപക്ഷത്തെ കരുത്തോടെ നയിക്കാൻ പിണറായി വിജയൻ തന്നെ നേതാവായി വരണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട്. പിണറായിക്ക് ക്യാബിനറ്റ് പദവി ലഭിച്ചില്ലെങ്കിൽ എതിർ നീക്കങ്ങളെ പ്രതിരോധിക്കാനാവില്ലെന്ന വാദവും ഇക്കൂട്ടർ ഉയർത്തുന്നുണ്ട്. നാളെ നടക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ആരാണെന്നതിൽ തീരുമാനമുണ്ടാകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പാർട്ടിയിൽ പുതിയ നേതൃനിര വേണമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായമുണ്ട്. ഇക്കാര്യത്തിൽ ജനറൽ സെക്രട്ടറി MA ബേബി സ്വീകരിക്കുന്ന സമീപനമാകും നിർണായകമാകുക. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ LDF-ൽ പൊട്ടിത്തെറി. CPI-ക്ക് പിന്നാലെ CPIM-നെ രൂക്ഷമായി വിമർശിച്ച് കേരള കോൺഗ്രസ് എമ്മും രംഗത്തെത്തി. സർക്കാരിന് ജനകീയ മുഖമുണ്ടായില്ലെന്നും CPIM ക്രോസ് വോട്ട് ചെയ്തെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി കുറ്റപ്പെടുത്തി. പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. തോൽവിയെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകളാണ് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നടന്നത്. പാർട്ടി മത്സരിച്ച് എല്ലാ മേഖലയിൽ നിന്നും നേതാക്കൾ എത്തിയിരുന്നു. ഇവിടെയെല്ലാം CPIM പ്രവർത്തകരുടെ വോട്ട് ലഭിച്ചില്ല എന്നാണ് വിലയിരുത്തൽ. പലയിടത്തും ക്രോസ് വോട്ടിംഗ് തന്നെ നടന്നുവെന്ന് യോഗത്തിന് ശേഷം ചെയർമാൻ ജോസ് കെ മാണി. CPM-ന്റെ അണികളുടെ ഒരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഇവിടെ ചർച്ചയിൽ വന്നിട്ടുള്ളത്. പാർട്ടി അണികൾ ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിയാണെങ്കിൽ അത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്. എന്തുകൊണ്ടാണ് അതെന്താന്നുള്ളത് CPM തന്നെ വിലയിരുത്തേണ്ടതാണ്. ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഈ മാസം അവസാനം സമർപ്പിക്കാനുമാണ് തീരുമാനം. സർക്കാരിന്റെ വികസനം കൃത്യമായി ജനങ്ങളിലെത്തിക്കാൻ സാധിച്ചില്ല എന്ന വിമർശനവും ഉയർന്നു. വികസന കാര്യത്തിൽ ഒരാൾ പോലും പരാതി പറഞ്ഞിട്ടില്ല. ഇന്ന വികസനം നടത്തിയില്ലെന്നോ അല്ലെങ്കിൽ നടത്തിയത് കുറഞ്ഞു പോയെന്നോ ഒന്നുമില്ല. വികസനങ്ങൾ നടത്തിയ, പക്ഷെ വികസനം അതേത് ക്ഷേമ പെൻഷനാകട്ടെ അതൊക്കെ കൃത്യമായി അങ്ങ് നടത്തിയ ഒരു എക്സിക്യൂട്ടീവ് രീതിയിലേക്ക് പോയതിനപ്പുറത്തേക്ക് അത് ജനങ്ങളെ കൊണ്ട് എത്തിക്കുവാൻ പൂർണ്ണമായി കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ റോഷി അഗസ്റ്റിനെതിരെയും പ്രമോദ് നാരായണനെതിരെയും വിമർശനം ഉയർന്നു. തുടരും പോസ്റ്റിട്ടത് തിരിച്ചടിയായെന്നായിരുന്നു വിമർശനം. ജോസഫ് വിഭാഗം UDF തരംഗത്തിൽ വിജയിച്ചതാണെന്നും ഇവരുടെ ക്ഷണം പരിഹാസത്തിന്റെ ഭാഗമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. 24 കോട്ടയം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ CPI ദേശീയ കൌൺസിൽ ഡൽഹിയിൽ തുടരുകയാണ്. കേരളത്തിലെ തിരിച്ചടി ദേശീയ കൌൺസിലിൽ വിശദമായി ചർച്ച ചെയ്യും. PM ശ്രീ ആശാസമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPIM സ്വീകരിച്ചത് തെറ്റായ സമീപനമെന്ന് P സന്തോഷ് കുമാർ MP 24-നോട് പറഞ്ഞു. സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പരാജയവും മറ്റിടങ്ങളിലെ പാർട്ടിയുടെ പ്രകടനവും വിലയിരുത്താനാണ് CPI ദേശീയ കൌൺസിൽ ചേരുന്നത്. തമിഴ്നാട്ടിൽ ഉടലെടുത്ത പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്നത്തെ യോഗത്തിലെ പ്രധാന അജണ്ട. തമിഴ്നാട് സർക്കാർ രൂപീകരണത്തെ തുടർന്ന് ഇന്ത്യ മുന്നണിയിൽ ഭിന്നത ഉടലെടുത്തുവെന്ന് CPI വിലയിരുത്തി. കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. Congress also should do serious introspection. Why it is happening? Not only in Tamil Nadu, it is happening in several states. Why it is happening? And Congress, being the larger party, it has to do serious introspection. ചില കാര്യങ്ങളിലെ അവധാനതക്കുറവ് തോൽവിയുടെ ആഘാതം കൂട്ടിയെന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ P സന്തോഷ് കുമാർ 24-നോട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഭരണകാലത്ത് ചില കാര്യങ്ങൾ കുറച്ചും കൂടെ അവധാനതയോടെ ചെയ്തിരുന്നെങ്കിൽ മെച്ചമായിരുന്നേനെ എന്ന അഭിപ്രായക്കാരാണ്. പുതിയ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു പ്രസ്ഥാനത്തിനും പോകാൻ സാധിക്കുകയുള്ളൂ. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പിശകുകളുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പുതിയ മുഖത്തോടു കൂടി മുന്നോട്ട് പ്രവർത്തിക്കും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ പറ്റിയുള്ള ആഴത്തിലുള്ള ചർച്ച നാളെയായിരിക്കും പാർട്ടി ദേശീയ കൌൺസിലിൽ നടക്കുക. 24 ഡൽഹി. കൂത്തുപറമ്പിലെ പരാജയത്തിൽ പാർട്ടി തല നടപടി തുടങ്ങി മുസ്ലിം ലീഗ്. മണ്ഡലം സെക്രട്ടറി PK ഷാഹുൽ ഹമീദിനെ സ്ഥാനത്ത് നിന്ന് നീക്കി. ലീഗിനെതിരായ പരാമർശത്തിൽ മാത്യു കുഴൽനാടനെ വിമർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് രംഗത്ത് വന്നു. കേവലം 1286 വോട്ടുകൾക്കാണ് കൂത്തുപറമ്പിൽ UDF സ്ഥാനാർത്ഥി ജയന്തി രാജൻ തോറ്റത്. വൻ UDF തരംഗമുണ്ടായിട്ടും കൂത്തുപറമ്പിൽ വിജയിക്കാനാകാത്തത് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ഗൗരവമായാണ് കാണുന്നത്.
വോട്ടെടുപ്പിന് മുമ്പ് തന്നെ മണ്ഡലത്തിലുണ്ടായ പ്രശ്നങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും നേരിട്ട് ഇടപെട്ട് പരിഹരിച്ചതാണ്. എന്നിട്ടും നിസ്സാര വോട്ടുകൾക്ക് സ്ഥാനാർത്ഥി തോറ്റതിനു പിന്നാലെയാണ് ലീഗ് അച്ചടക്ക നടപടിയിലേക്ക് കടന്നത്. കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദിനെയാണ് മാറ്റിയത്. തന്റെ ഭാഗം കേൾക്കാതെയാണ് നടപടിയെന്ന് PK ഷാഹുൽ ഹമീദ് പറഞ്ഞു. എനിക്കെതിരായി ചില കോണുകളിൽ നിന്ന് ആസൂത്രിതമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും ഒരു കഴമ്പുമില്ല. എന്നാൽ ഇത്തരത്തിലുള്ളൊരു നടപടി ഞങ്ങളുടെ നിയോജക മണ്ഡലം ഭാരവാഹികളുടെ യോഗമോ എക്സിക്യൂട്ടീവോ ഒന്നും ചേർന്ന് ശുപാർശ ചെയ്തിട്ടില്ല. മുസ്ലിം ലീഗിനെതിരായ പരാമർശത്തിൽ മാത്യു കുഴൽനാടനെ തള്ളി രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തി. ഇവിടെ ഒരു നേതാവ് ചോദിച്ചു, കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ലീഗിന് ഇടപെടാൻ എന്താ അവകാശം? അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അത് ചോദിക്കാൻ അയാൾക്ക് എന്താ അവകാശം? ലീഗ് UDFന്റെ ടീമിൽപ്പെട്ട ആളുകളാണ്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ മുന്നിൽ താൻ അല്പൻ തന്നെയാണെന്നും അതുകൊണ്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. പ്രത്യേക സാഹചര്യത്തിലാണ് ലീഗിനെ കുറിച്ചുള്ള പരാമർശമെന്നും മാത്യു കുഴൽനാടൻ. അദ്ദേഹം പറഞ്ഞത് ഞാൻ അതേപടി അംഗീകരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ അല്പനും നിസ്സാരനുമാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് പ്രതികരിക്കാനുള്ള വലിപ്പം എനിക്കില്ല. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.